നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. 55 പവൻ സ്വർണം മോഷണം പോയ സംഭവത്തിൽ 6 മാസമായിട്ടും തുമ്പില്ല. കാളിക്കാവ് അമ്പലക്കടവിലെ പറച്ചിക്കോടൻ മുസ്തഫയുടെ വീട്ടിൽ നിന്നാണ് സ്വർണം മോഷണം പോയത്. വിദേശത്തുള്ള മുസ്തഫയുടെ ഭാര്യ കാളിക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും തുടർന്ന് നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് കുടുംബം പറയുന്നു. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് മണ്ണെടുക്കാൻ സാങ്കേതിക തടസ്സങ്ങൾ. 1 മാസം മുമ്പ് സ്ഥലം ഒരുക്കിയിട്ടും ഒരു ലോഡ് മണ്ണ് പോലും എത്തിക്കാനായില്ല. മണ്ണ് കിട്ടാനുള്ള അനുമതി വൈകിയാൽ വിമാനത്താവള ജോലി നീളുമെന്ന് ആശങ്ക. കൂട്ടിലങ്ങാടി ടൗണിലെ റോഡിലെ നിറം മങ്ങിയ സീബ്ര ലൈനുകൾ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുന്നതിന് ഭീഷണി. പാലക്കാട് കോഴിക്കോട് ദേശീയപാത പോകുന്ന കൂട്ടിലങ്ങാടി ടൗണിലാണ് സീബ്ര ലൈനുകൾ നിറം മങ്ങിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ചെറിയ തോതിലെങ്കിലും പരിഹാരമാകുന്ന ഓരോടം പാലം വെലോങ്ങര ബൈപ്പാസ് സർവേ നടപടിയും കല്ലിടലും വേഗത്തിൽ നടന്നെങ്കിലും ഭൂമി ഏറ്റെടുക്കൽ നടപടി ഇഴയുന്നു. വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ മാർക്കറ്റിംഗ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് 1 കോടി രൂപയുടെ പദ്ധതി. മാർക്കറ്റ് റോഡിലുള്ള പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്ന ജോലി ആരംഭിച്ചു. കാലപ്പഴക്കം കാരണം ശോചനീയമായ പഴയ കെട്ടിടമാണ് പൊളിക്കുന്നത്. നിപ്പ ബാധിത പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മൃഗസംരക്ഷണ വകുപ്പ്. നിപ്പ മരണം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മൃഗങ്ങളിൽ നിന്ന് രക്തസ്രവ സാമ്പിളുകൾ ശേഖരിച്ച് ഇവ വിശദ പരിശോധനയ്ക്ക് അയക്കും. പ്രവൃത്തി പൂർത്തിയാകാത്ത താനൂർ മത്സ്യബന്ധന തുറമുഖവും പരിസരവും വൃത്തിഹീനമായ നിലയിൽ തുടരുന്നു. പരിഹാരത്തിന് പകരം പ്രവേശന ഫീ പിരിക്കാനുള്ള ഒരുക്കം പൂർത്തിയാക്കി അധികൃതർ. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.